ചേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപും മോദിയും ഒന്നിക്കുമ്പോൾ ട്രൂഡോ വിറയ്ക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്നായിട്ട് പുറത്തു വരുന്നുണ്ട്. ട്രംപിന് ട്രൂഡോയെ നേരത്തെ പ്രിയമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ട്രൂഡോയും ട്രംപും അത്ര രസത്തിലല്ല. ട്രംപിന് ട്രൂഡോയെ മാത്രമല്ല, ട്രംപിന് ബംഗ്ലാദേശിന്റെ നമ്മുടെ യൂനിസിനെ പോലും പ്രിയമില്ല. വാഷിംഗ്ടണിന്റെ അധികാര ഇടനാഴികളിൽ യൂനിസിന് ഡീപ് സ്റ്റേറ്റിന്റെ അടക്കം നല്ല രീതിയിലുള്ള പിന്തുണ ഉണ്ടായിരുന്ന സ്ഥലത്ത് ട്രംപ് വന്നേ പിന്നെ ഇരുട്ടടി കിട്ടിയതുപോലെ ആയിപ്പോയി ഇവർക്ക് രണ്ടുപേർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന്റെ പിറകിൽ ആം, ഖാലിസ്ഥാനി ഭീകരവാദികൾ കാനഡയിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് നരേന്ദ്രമോദിയും ട്രംപിന്റെയും പ്ലാൻ ഈ ഖാലിസ്ഥാനികളെ ഒതുക്കാനായിട്ട്? ഇത് ഈ ഇന്ത്യ നരേന്ദ്രമോദി ആയാലും ട്രംപ് ആയാലും ഈ ട്രൂഡോയുടെ കാര്യത്തിൽ ഒരേ നിലപാടാണ്. അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ സാമന്ത രാജ്യമാണ് കാനഡ. ഉം. അവർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രാജ്യമാണ്. I5 രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യം കാനഡയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അവരെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാനഡയുടെ ഇവർക്ക് ആർക്കും എതിർപ്പില്ല. പകരം ഈ ജസ്റ്റിൻ ട്രൂഡോയാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ എതിർപ്പ് ഇന്ത്യക്ക് തുടങ്ങിയത് ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്തല്ല, അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലത്താണ്. ഈ എതിർപ്പ് തുടങ്ങിയത് മോദിയുമായിട്ടല്ല, ഇന്ദിരാഗാന്ധിയുമായിട്ടാണ്. ഇന്ദിരാഗാന്ധി ഉള്ളപ്പോ ഈ ഇരിക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ അച്ഛൻ പിയറി അദ്ദേഹവുമായിട്ട് ട്രൂഡോ. ഈ പിയറി ട്രൂഡോയുടെ കാര്യത്തില് ആ, ഒരുപാട് വട്ടം തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഖാലിസ്ഥാന്റെ വിഷയം തന്നെയായിരുന്നു അത്. അവസാനം കനിഷ്ക ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും അവർ പാഠം പഠിച്ചില്ല. അങ്ങനെ ഒരുപാട് സംഭവം. അതിന്റെ രണ്ടാം ഘട്ടമാണ് മകൻ ട്രൂഡോയും മോദി. അപ്പൊ ഇന്ത്യക്ക് ഇതൊരു പുതിയ സംഭവമല്ല. മോഡി വന്നതിന് ശേഷം അല്ല കാനഡയുമായിട്ട് നമ്മുടെ ബന്ധം വഷളാകുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് മുതലേ ഉള്ള ബന്ധം വഷളാകലാണ് ഉള്ളത്. അപ്പോ ഇപ്പോഴത്തെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അവിടെ നിലപാട് കുറച്ചുകൂടെ കടുപ്പിക്കുകയാണ്. ഇപ്പൊ ഇന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്ന വാർത്ത, അവിടെ കഴിഞ്ഞ ദിവസം അറസ്റ്റായ ഹസ്രത് ബല്ലെ എന്ന് പറയുന്ന ആ, ഒരു ഭീകരൻ. ഈ ഭീകരനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ 2020 ആവശ്യപ്പെട്ടിരുന്നു. 22 ഇന്ത്യ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇയാളെ ഒരു ഭീകരനായി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ തന്നെ പഞ്ചാബിൽ മാത്രം 50-ലേറെ കേസുണ്ട്, കൊലപാതകം ഉൾപ്പെടെ. അദ്ദേഹമാണ് ഈ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനാണ്. 2023 നമ്മൾ വീണ്ടും ഔദ്യോഗികമായി കാനഡയോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ തരണം, വിട്ടുതരണം. ഇത് മാത്രമല്ല, ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്ന പ്രധാനമായ 7 ഖാലിസ്ഥാനി ഭീകരരുടെ ലിസ്റ്റ് ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. ഉം. ഞങ്ങളടക്കം വാർത്ത ചെയ്തിരുന്നവരാണ്. അതായത് ആ 7 പേരുടെ അഡ്രസ്സ് സഹിതമാണ് അന്ന് ഇന്ത്യ പുറത്ത്. ഇവരെല്ലാം ഞങ്ങൾക്ക് തരണം, ഒന്നുകിൽ നിങ്ങൾ നാട് കടത്തണം, ഇല്ല തരണം, കാരണം ഇവർ ഭീകരന്മാരാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഒരു വെടിവെപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ദല്ലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതല്ല ഇന്ത്യ പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തതല്ല. പിടികൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കനേഡിയൻ മാധ്യമങ്ങൾ, പ്രിന്റഡ് വിഷ്വൽ മാധ്യമങ്ങൾ വലിയ വാർത്ത നൽകി. ഈ ഇങ്ങനെ ഖാലിസ്ഥാൻ ഭീകരൻ വെടിവെപ്പിനിടയിൽ പിടികൂടിയെന്നും പറഞ്ഞു. അതോടുകൂടി ഇത് വലിയ വാർത്തയാണ്. ഇന്ത്യ ആവശ്യപ്പെടുക. അപ്പൊ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു മറുപടി ഇന്ത്യക്ക് നൽകിയിരുന്നില്ല. നമ്മൾ പറയുന്നുണ്ട് ഭീകരനുണ്ട് അവിടെ, എനിക്ക് തരണം എന്ന് പറയുമ്പോൾ ഈ പാകിസ്ഥാനൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്താണ് പൊടുന്നനെ ഈ ഭീകരന് പിടികൂടുന്നത്. പിടികൂടി കഴിഞ്ഞപ്പോ ഇന്ന് നമുക്ക് ലേറ്റസ്റ്റ് വാർത്ത എന്ന് പറയുന്നത് ഈ ഇയാളുടെ റിപ്പോർട്ടിങ് ചെയ്യുന്നതിൽ മാധ്യമങ്ങളെ വിലക്കിയിട്ടുണ്ട്. ഈ വിചാരണ അവിടുത്തെ കോടതികളിലൊക്കെ വിചാരണ ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആ റിപ്പോർട്ടിങ്ങിൽ നിന്നൊക്കെ മാധ്യമങ്ങളെ വിലക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പം ഇയാളെ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് മാറ്റും. ഇത് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പാകിസ്ഥാന് ഉം. ഇന്ത്യ നോട്ടമിട്ട ഭീകരരെയൊക്കെ പിടിച്ച് ജയിലിലിടും. ജയിലിലിടുന്നതിനാന്ന് വെച്ചാൽ ശിക്ഷിക്കാൻ വേണ്ടി ജയിലിലിടുന്നതല്ല, അവർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ജയിലിലിടുന്നത്. അവർക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അതിനകത്ത് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ഒരുക്കിക്കൊണ്ട് അവരെ അവിടെ നിർത്തുക. കാരണം ഈ അജ്ഞാതന്മാർ എപ്പോഴാണ് വരുന്നത് പറയാൻ കഴിയില്ല. അങ്ങനെ ജയിലിലിട്ട ഒരാളെയാണ് ഈ അജ്ഞാതന്മാര് പോയി വിഷം കൊടുത്തു പോകുന്നത് ഭക്ഷണത്തിൽ. അവിടെ അജ്ഞാതം നുഴഞ്ഞു കയറി ഈ ഭക്ഷണം കൊടുക്കുന്നവന്റെ വേഷത്തിൽ കയറി ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊന്നു. അപ്പോഴാണ് അവന്മാർക്ക് മനസ്സിലായത് ഇവിടെ ഇട്ടിട്ടും കാര്യമില്ല. എന്നിട്ട് ആ ഭീകരനെ ഹെലികോപ്റ്ററിലാണ് എയർലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്, അത് ഹോസ്പിറ്റലിൽ ശരി. കൊണ്ടുപോകാനായിട്ട്. അങ്ങനെയൊക്കെയുള്ള അപ്പൊ അജ്ഞാതന് എവിടെയും കടന്നു ചെല്ലാൻ പറ്റും. അതിനൊരു വിഷയമുള്ള കാര്യം. അതൊരു വശത്ത് നിൽക്കുന്നു. ഒന്ന്, അദ്ദേഹത്തിന്റെ ജനപ്രീതി വളരെയധികം കുറഞ്ഞു വരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ. കാരണം അദ്ദേഹം ഈ കുടിയേറ്റക്കാരെ അനാവശ്യമായുള്ള പ്രോത്സാഹനം, അതുകൂടാതെ തന്നെ ഭരണത്തിലുള്ള വലിയ പിഴവ്, ഇനിയിപ്പോ ട്രംപ് കൂടെ വന്നു കഴിയുമ്പോൾ സാമ്പത്തികമായി വലിയ അധപ്പതനത്തിലേക്ക് ആ രാജ്യം പോകുന്നുള്ള കാര്യം ആ രാജ്യക്കാർക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം. കാരണം കാനഡയെ സംബന്ധിച്ച് അവരുടെ 75% കയറ്റുമതി നടക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. ക്രൂഡ് ഓയിലിന്റെ 100% ക്രൂഡ് ഓയിലും വിൽക്കുന്നത് അമേരിക്കയിലേക്കാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നു. ഇവിടെയാണ് ട്രംപ് വരുന്നത്. ട്രംപ് വരുമ്പോൾ ഇന്നലെ ട്രംപിന്റെ ടീം അംഗങ്ങൾ പറയുന്ന ഒരു കാര്യം, എത്രയും പെട്ടെന്ന്
കാനഡയുമായിട്ടുള്ള അതിർത്തികൾ അടയ്ക്കണം. കാരണം കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് തീവ്രവാദികൾ വരാനുള്ള സാധ്യതയുണ്ട് എന്ന്. കാനഡയിലുള്ളത് എന്ത് തീവ്രവാദികളാണ്? ഖാലിസ്ഥാൻ ഖാലിസ്ഥാനിലുള്ള. തീവ്രവാദികളാണ്, വേറെ തീവ്രവാദികളില്ല. അപ്പോ ഇപ്പോഴത്തെ ട്രംപ് പറയുന്നതും ഇന്ത്യ പറയുന്നതും ഒന്നാണ്. ഇന്ത്യ പറയുന്നത് എന്താണ്? ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ കേന്ദ്രമാണത്, ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഒരു രാജ്യമായിട്ട് കാണുന്നു, നിങ്ങൾക്ക് അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയുന്നു. ഇന്നലെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഈ സിഖുകാര് അവരുടെ ഒരു പ്രദർശന പരിപാടിയുണ്ട്, ഈ നാമജപങ്ങളുമായിട്ടുള്ള പ്രദർശനം. ആ പ്രദർശനത്തിന് ഇടയില് അവർ പറയുന്നുണ്ട്, ഇവിടുത്തെ വെള്ളക്കാരൊക്കെ, അതായത് കനേഡിയൻ പൗരന്മാർ ഇവിടെ വിട്ടു പോകണം. നിങ്ങൾ യൂറോപ്പിലോ UK-ലോ നിങ്ങൾ അഭയമാണ്, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഇത് ഞങ്ങളുടെ മാത്രം രാജ്യമാണ് എന്ന് ഖാലിസ്ഥാനിൽ നിന്ന് അവിടെ കുടിയേറി സിറ്റിസൺഷിപ്പ് എടുത്തവരാണ് ഈ പറയുന്നത്. ഇത് സ്വാഭാവികമായി വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിന് കാരണമാകും. ട്രംപ് അനധികൃതമായി കുടിയേറിയ കനേഡിയൻസിനെ അവിടുന്ന് പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുക. ഏതാണ്ട് ഒരു 2-2.5 ലക്ഷം പേര് ഒറ്റയടിക്ക് ഇങ്ങോട്ടേക്ക് കളയാനിരിക്കുമ്പോഴാണ് ഇവിടെ നിന്നുള്ളവർ അങ്ങോട്ട് കയറ്റി വിടണമെന്ന് പറഞ്ഞിട്ട് ഇവന്മാരിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ ഇതിനകത്ത് നടക്കാനുള്ള ഒരുപാട് സാധ്യതകൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്ക് ഇവരെ കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരുപക്ഷെ കണ്ണടച്ചു കൊടുത്താൽ അജ്ഞാതന്മാർ ഒരുപാട് അവിടെ ഉള്ളത് കൊണ്ട് അവർ ചിലപ്പോൾ തലങ്ങും വിലങ്ങും കയറി പണിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഈ നമ്മൾ ഇത്ര നാട് കരുതിയിരുന്ന ഈ ജസ്റ്റിൻ ട്രൂഡോ ഈ ഖാലിസ്ഥാനികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വീണ്ടും ഭരണത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷെ അങ്ങനെയല്ല. ഈ ഖാലിസ്ഥാനികളുടെ നിന്ന് വലിയ രീതിയിൽ ഫണ്ട് ജസ്റ്റിൻ ട്രൂഡോ വാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ ഉണ്ട്. അപ്പം അതിനൊരു കടപ്പാട് കാണിച്ചേ പറ്റും. അപ്പൊ ആ ഫണ്ടിന്റെ വിവരങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ഫണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ഖാലിസ്ഥാൻ ഭീകരൻ പന്നു ട്രൂഡോയെ കണ്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അതുകൊണ്ടൊക്കെ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു. എല്ലാ സിഖുകാരും ഭീകരരല്ല, ഖാലിസ്ഥാൻ വാദികൾ ഉണ്ട് ഇവിടെ എന്ന് പറയും. ഇത് തന്നെയാണ് ഇന്ത്യയും പറയുന്നത്. സിഖുകാരെല്ലാം ഭീകരരാണെന്ന് ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ദില്ലിയിലെ ഈ കാനേഡിയൻ എംബസിക്ക് മുമ്പില് സിഖുകാരും ഹിന്ദുക്കളും ചേർന്നൊരു വലിയ പ്രകടനമൊക്കെ നടത്തുകയുണ്ടായി. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ ഈ ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി പണി മേടിക്കാൻ പോകുന്ന ഒരു ഭരണാധികാരി ജസ്റ്റിൻ ട്രൂഡോ ആയിരിക്കും, മറ്റൊന്ന് ബ്രിട്ടനിലെ ഭരണാധികാരികളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറെ ഭരണാധികാരികൾ പണി മേടിക്കാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് ഈ നയങ്ങളല്ല, പോളിസികളല്ല പുള്ളി പിന്തുടരുന്നത്. പുള്ളിയുടേതായ ചില പോളിസികളുണ്ട്. സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റായിട്ട് വരുന്നവരെല്ലാം അവിടുത്തെ ഈ സൈനിക നേതൃത്വവുമായി കൂടിയാലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ട്രംപ് തീരുമാനിക്കും, സൈന്യം അനുസരിക്കുക, അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി ആ സിസ്റ്റം മുമ്പോട്ട് കൊണ്ടുപോകുക. അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. മറ്റവർ നേരെ തിരിച്ചായിരുന്നു, അവരുമായിട്ട് കൂടിയാലോചന, നേതൃത്വ തലത്തിലെ കൂടിയാലോചന നടത്തിയിട്ടാണ് പല പ്രസ്താവനകൾ പോലും പുറത്തിരുന്നത്. ട്രംപ് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ, ഇല്ലാതെ തന്നെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇപ്പൊ 2025 നവംബർ ആകുമ്പോൾ കാനഡ തെരഞ്ഞെടുപ്പ് നടക്കുക. ജനപ്രീതി വളരെ കുറഞ്ഞിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് തുടരാൻ കഴിയുമോ എന്നറിയില്ല. മാക്സിമം തുടരാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ തുടരുന്നതല്ല, അതിന് മുൻപ് തന്നെ അദ്ദേഹം ഒരുപാട് ഞെരുക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഇമേജ് വളരെ കുറഞ്ഞു. കാരണം ഇവരുടെ ഈ I5 രാജ്യങ്ങളിൽ ഉള്ള രാജ്യങ്ങൾ പോലും, സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള I5 രാജ്യങ്ങൾ പോലും ട്രൂഡോയെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇയാൾ ഒരു കള്ളനാണ്. ഇന്ത്യയും പറഞ്ഞു ഇദ്ദേഹം വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നാണ് ഇന്ത്യ പറഞ്ഞത്. ട്രംപ് പറഞ്ഞത് ഇവന് പ്രാന്താണെന്നാണ് പറഞ്ഞത്. ഭ്രാന്തെന്നാണ് പറഞ്ഞത്. ഭ്രാന്തനായ ഭരണാധികാരി എന്നാണ് ട്രൂഡോയെ വിളിച്ചത്. കാരണം ഇദ്ദേഹം പറയുന്ന കാര്യം കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇതിനിടയിൽ ഈ ട്രൂഡോ ഒരു രാഷ്ട്രീയ കളി കളിച്ചിരുന്നു. ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദിയൊക്കെ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടി നടന്നു. ആ ഉച്ചകോടിയിൽ സ്വാഭാവികമായി എല്ലാ ഭരണാധികാരികളെ കാണുമ്പോൾ വിഷ് ചെയ്യാറുണ്ട്. അങ്ങനെ വിഷ് ചെയ്തത് ഞാനും മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും കാനഡയ്ക്ക് പറയാനുള്ളത് മോദിയോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ട്രൂഡോ ഒരു പ്രസ്താവന നടത്തി. തൊട്ടു പിന്നാലെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു അങ്ങനൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, മോദി അവിടെ അങ്ങനെ ആരുമായിട്ടും ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല, ഒന്നുമില്ല. സ്വാഭാവികമായും ഈ പരിപാടി പങ്കെടുക്കാൻ വരുന്നവർ നേരിൽ കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യാറുണ്ട്. അതും നേരെ ജോബ് നടന്ന വിഷിങ്ങും അല്ലായിരുന്നു. സാധാരണ മോഡിയുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് കാണുന്നത് ഇഷ്ടമുള്ള ആണെന്നുണ്ടെങ്കിൽ കെട്ടിപ്പിടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അങ്ങനൊന്നുമില്ല, ജസ്റ്റ് ഒരു വിഷിങ്. അത് വിഷിങ് ആണോ എന്ന് പോലും ഇല്ല. അതിന്റെ വീഡിയോ സഹിതമാണ് പുറത്തു വിട്ടത്. അതായത് കാനഡ എന്ത് പറയുന്നു അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ ഇവിടെ എല്ലാവരും നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ വിദ്യാർത്ഥികളെ അവിടുന്ന് പറഞ്ഞു വിടും, ഇന്ത്യക്കാരെ അങ്ങോട്ട് കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞത് വലിയ സംഭവം. സത്യത്തിൽ അവരുടെ ഒരു പ്രധാന ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്.
ഇവിടുന്ന് വിദ്യാർത്ഥികൾ പോയി പഠിക്കുന്നത് ട്രൂഡോയുടെ ഔദാര്യത്തിലല്ല, നല്ല പൈസ മേടിച്ചിട്ടാണ് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. അവരുടെ ബിസിനസ് ആണ് വിദ്യാഭ്യാസം. അവര് കോളേജ് എല്ലാം അടച്ചിട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വീട്ടിൽ പോകുന്ന പറഞ്ഞാൽ അവന്റെ കോളേജ് അടച്ചിട്ട് അത്രേ ഉള്ളൂ. വേറെ വിദ്യാർത്ഥികളൊന്നും അവിടെ വന്ന് പഠിക്കാനില്ല. ഇന്ത്യക്കാർക്ക് എങ്ങനെ ഉണ്ട് ലോകത്ത് എവിടെയും ഈ കുറച്ച് ഇളവ് കിട്ടുകയും അല്ലെങ്കിൽ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കടം മേടിച്ച് പോരാടം വിട്ടാൽ അവിടെ പഠിക്കാൻ പോകും. അത് വേറെ നല്ല കാര്യമാണ്. അവരുടെ ഭാവി കൂടെ നമ്മൾ നോക്കണം. പക്ഷെ അത് എല്ലാവരും പറയുന്നത് അവിടെ വിദ്യാർത്ഥികളെ കേട്ടില്ല, വിദ്യാർത്ഥികളെ കൊണ്ട് വെറുതെയാണത്. കാരണം ഇപ്പൊ ഓരോ രാജ്യങ്ങളും അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവർ തന്നെ ലോൺ കൊടുക്കുന്ന രീതിയിലേക്ക് മാറി. ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ മുൻപ് അത്തരത്തിൽ ചെയ്തിരുന്നു. വിവിധ രാജ്യങ്ങൾ ഇപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരുടെ യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് കാനഡയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടുന്ന് പോയിട്ട് ഇവിടുത്തെ ദരിദ്രരായ കുട്ടികളെ ക്രൂഡോ കൊണ്ട് പഠിപ്പിക്കുന്നതല്ല. അയാളുടെ ഇതല്ല. അപ്പൊ അയാളുടെ ബിസിനസ് അയാൾ തന്നെ കളയും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്ക് അവിടെ അങ്ങോട്ടേക്ക് വലിയ കയറ്റുമതി ഒന്നുമില്ല. ഒന്ന് ട്രൂഡോയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇറക്കുമതി ചെയ്യാനും കഴിയും. ഇയാളുടെ കയ്യിരിപ്പ് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ഇറക്കുമതി ഒന്നും നടക്കത്തുമില്ല. കാരണം ഒരു തരത്തിലും ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക പോലൊരു രാജ്യം കൂടി വരുമ്പോൾ, എന്നിട്ട് ബൈഡൻ ഇരുന്ന സമയത്ത് പോലും കാനഡയുടെ ഈ പറയുന്ന ട്രൂഡോയുടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല. ആകെ ഒരു തവണയാണ് പറഞ്ഞത്. ഈ നിജറിന്റെ കൊലപാതകവും ബന്ധപ്പെട്ടിട്ട് ട്രൂഡോ പറഞ്ഞത് ഇന്ത്യയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പറഞ്ഞു. ഇത് ഇന്ത്യ പറയുന്നത് നിങ്ങൾ ഒരു തെളിവ് തരൂ. അതായത് തെളിവില്ലാതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. ഇപ്പൊ നമുക്കിപ്പോ രാഹുൽ ഗാന്ധിയെ കുറിച്ചോ നരേന്ദ്രമോദിയെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും പറയാം. അതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രകടനമായിട്ടേ കാണത്തുള്ളൂ എല്ലാവരും. നേരെ മറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ ഒഫീഷ്യലായിട്ടിരിക്കുന്ന ആളുകൾ ഒരു രാജ്യത്തിനെതിരെ പറയുമ്പോൾ അതിന് സ്ഥലം മാറുകയാണ് തെളിവില്ലാതെ. അപ്പോ അമേരിക്കൻ ഭരണകൂടം, ബൈഡന്റെ ഭരണകൂടം ആദ്യ ഘട്ടത്തിൽ പറഞ്ഞു ഇന്ത്യ സഹകരിക്കണം, ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഒറ്റ തവണ അവർ പറഞ്ഞുള്ളൂ. രണ്ടാമത് ഒന്നുകൂടെ അവർ പറഞ്ഞില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം കാനഡയെ പിന്തുണച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഇന്ത്യയെ വിട്ട് പിണക്കാനും പറ്റില്ല. കാരണം ഇന്ത്യ ഇപ്പൊ പഴയ ലെവലല്ല. അമേരിക്ക ഒന്നും ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ സംഭവമായിട്ട് ഇന്ത്യ കാണുന്നില്ല. അമേരിക്കയ്ക്കാണ് ഇന്ത്യ കൂടാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ്. ഇതിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബൈഡൻ ഭരണകൂടം, ബൈഡൻ ഭരണകൂടം പ്രത്യേകിച്ച് ഇന്ത്യയോട് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഭരണകൂടമാണ്. അവര് പോലും ഒരു തവണയെ പറഞ്ഞുള്ളൂ സഹകരിക്കണം എന്ന് മാത്രം. പിന്നെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അവര്. പിന്നീട് അവർ പതുക്കെ പതുക്കെ അവരുടെ ലൈൻ മാറ്റി മാറ്റി പറഞ്ഞു കാനഡ പോകുന്നത് അപകടകരമായ ഒരു പോക്കാണ് എന്ന്. ഇപ്പോഴത്തെ ഈ ബൈഡൻ ഭരണകൂടം തന്നെ ഇപ്പൊ പതുക്കെ പതുക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഖാലിസ്ഥാൻ ഭീകരമുണ്ട്, കാനഡ ഈ പോക്ക് ശരിയല്ല എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു രാജ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഭരണാധികാരികൾക്ക് പറ്റുന്നില്ല എങ്കിൽ വളരെ പരിതാപകരം. ഇനി നോക്കൂ, അതൊരു യൂറോപ്യൻ രാജ്യമായിട്ടാണ് കാണുന്നത്. അതായത് ഈ പറയുന്ന നാറ്റോയുടെ ഭാഗമാണ്. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പൊ അവിടെ ഒരു രണ്ട് ട്രക്ക് ഡ്രൈവർമാർ, അത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വലിയ ട്രക്ക് ഓടിക്കുന്ന രണ്ട് ഡ്രൈവർമാരുടെ വ്ലോഗാണ് അത്. അപ്പൊ ആ വ്ലോഗില് ഇവര് യാത്ര ചെയ്യുന്നത് മുഴുവൻ കാണിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് അവര് പറയുന്നു നമ്മൾ കാനഡയിലേക്ക് കയറി, അവര് അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് പോകും. അവിടെ ആ റോഡ് അവർ കാണിക്കുന്നുണ്ട് ട്രക്കിന്റെ ഫ്രണ്ടിൽ നിന്ന്. അപ്പൊ ഈ വണ്ടികൾ നമ്മുടെയൊക്കെ നിരത്തിൽ കിടന്ന് ചീറിപ്പായുന്ന വണ്ടികളുണ്ട്, ഈ തലങ്ങും വിലങ്ങും കിടന്ന് പൊളച്ചോട്ട് പോകുന്ന ബൈക്കുകളൊക്കെ. അപ്പൊ അവര് പറയുന്നു ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ഇന്ത്യക്കാരുണ്ട്, അവര് വന്നാണ് ഇതേപോലെ ട്രാഫിക് സിസ്റ്റം മൊത്തം കുളവാക്കിയിട്ടിരിക്കുന്നത്. കാരണം യൂറോപ്യൻ കൺട്രീസിലൊക്കെ അവരുടെ ട്രാഫിക്കിന്റെ ഒരു നിയമവും വൃത്തിയും മെനയൊക്കെ ഉണ്ട്. അതെല്ലാം ഈ അതിർത്തി കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ ചില പിള്ളേര് ഈ സ്പോർട്സ് ബൈക്കിൽ കൂടി ഇങ്ങനെ ചെത്തിപ്പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെ വെട്ടിച്ചത്, അതേപോലെ കുത്തിക്കയറ്റുക വണ്ടിക്കിടയിൽ. അതായത് നമ്മുടെ ഇവിടെ കാണുന്ന ഒരു നല്ല ഡ്രൈവിംഗിന്റെ സിസ്റ്റം അല്ല, തറ ഡ്രൈവിംഗിന്റെ സിസ്റ്റം എല്ലാം കാണുകയാണ് നമ്മളവിടെ. അതായത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെയുള്ള ഒരുവിധത്തെ എല്ലാ പണികളും അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത്. അതായത് ഖാലിസ്ഥാൻകാര് ഈ അടുത്ത സമയത്ത് അവിടുത്തെ ഹിന്ദുക്കൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ചെന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾക്ക് പണം തരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ, ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് മാറി. അത് വലിയ വിവാദമായി മാറി. ഇപ്പോൾ അതേ ഡയലോഗ് തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന് വീഡിയോയിൽ പറയുന്നത്. കാനഡക്കാരോട് പറയുകയാണ് നിങ്ങൾ അക്രമകാരികളാണ്, നിങ്ങൾ ഇവിടെ വിട്ടുപോകുന്നത് ഞങ്ങളുടെ രാജ്യമാണെന്ന് പറയുന്നത്. അതായത് പതുക്കെ പതുക്കെ അവരവിടെ പിടിമുറുക്കുകയാണ്. ഇതിപ്പോ ഇന്നലെ നടന്ന ആ സംഭവം എന്ന് പറഞ്ഞാൽ ഖാലിസ്ഥാൻകാർക്ക് കുറച്ചുകൂടെ വലിയ ശക്തമായിട്ടുള്ള ഒരു ഇടത്ത് നടന്ന ഒരു പരിപാടിയാണത്. അതിപ്പോ തന്നെ വലിയ വിവാദമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു ഭരണാധികാരി സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിച്ച് പണി ഇരന്നു വാങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് അച്ഛന്റെ കാലം മുതൽ, ട്രൂഡോയുടെ അച്ഛന്റെ കാലം മുതൽ തുടങ്ങി വെച്ചൊരു പ്രക്രിയയാണിത്. അതായത് ഇവരുടെ പിന്തുണയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന തരത്തിലേക്ക് പോയി. ഇനി ബംഗ്ലാദേശിലേക്ക് നോക്കൂ, യൂനിസിന്റെ ഭരണം ഇനി എത്ര നാളുണ്ടാകും? അദ്ദേഹത്തെ മാറ്റാൻ പോകുന്നു എന്നാണ് ഇപ്പൊ കേൾക്കുന്ന പുതിയ വാർത്ത. അദ്ദേഹത്തെ മാറ്റാൻ പോകുന്നു കേൾക്കുന്നൊരു വാർത്ത വരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ ഇത്തരം സംഘടനകൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും കൃത്യമായി പറഞ്ഞാൽ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവരാണ്. പ്രത്യേകിച്ച് നിയമമോ കാര്യങ്ങളോ ഒന്നും.
രാവിലെ അവർക്ക് തോന്നും യുഎസ് ഇരിക്കട്ടെ എന്ന് തോന്നും, ഉച്ചയ്ക്ക് അവർക്ക് തോന്നും യുഎസ് അല്ല വേറൊരുത്തിന് ഇരിക്കട്ടെ എന്ന് തോന്നും. ഇതാണ് അവിടുത്തെ സിസ്റ്റം. ഈ ട്രൂഡോയും ഇതേ രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ്. ഏതായാലും കാനഡയ്ക്ക് ഇന്റർനാഷണൽ തലത്തിൽ നിന്നൊന്നും യാതൊരുവിധ സപ്പോർട്ടുകളും ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് അവർക്ക് ഒരു റോളും ഇതിനകത്തില്ല. ഇന്റർനാഷണൽ, അതായത് നമ്മുടെ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു റോളും ഇല്ലാത്ത ഒരു രാജ്യമാണത്. പ്രത്യേകിച്ച് ഒരു റോളില്ല. കാരണം അവരെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുന്നതായിട്ടോ ഇല്ലെങ്കിൽ അവരുടെ വിഷയത്തിൽ ആരെങ്കിലും ഇടപെടുന്നതായിട്ടോ ഒരു റോളും ഇല്ല. അവിടെയാണ് അതെ. ഈ വിഷയങ്ങൾ വരുന്നത്. അപ്പോ പിന്നെ ഒരുപക്ഷെ ഈ ആളുകള് പറയുന്നത് ഈ കാനഡ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള രാജ്യമായിട്ട് കൊണ്ടായിരിക്കാം അവര് നടപടിയെടുത്ത പ്രശ്നമാകും, ഇന്ത്യക്കാരെ എങ്ങും പറഞ്ഞു വിടാനും പോകുന്നില്ല, ഈ പിള്ളേരെ ഒന്നും ചെയ്യാൻ അവർ പോകുന്നില്ല. കാരണം അവർക്ക് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോഴേതാണ്ട് ഖാലിസ്ഥാനിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അധികം വൈകാതെ ഒരുപക്ഷെ ഇതിന്റെ കുറെ കുറെ പ്രദേശങ്ങൾ, അങ്ങനെ ഒരു വാർത്തകൾ ചില ഇന്റർനാഷണൽ മീഡിയസ് ചില അവലോകനങ്ങളിൽ പറയുന്നുണ്ട്. അധികം വൈകാതെ കാനഡയുടെ കുറെ ഭാഗവും കൊണ്ട് ഖാലിസ്ഥാനികൾ പോകും. അവര് അവിടെ ഒരു സ്വതന്ത്ര പ്രവിശ്യയാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പവർ കിട്ടുന്ന ഒരു ഓട്ടോണമിയസ് ബോഡി അവിടെ ഭരണത്തിൽ വരികയോ ഇല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമോ ആകുമെന്ന് പറയുന്നു. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് ഏതാണ്ട് അതിലേക്കുള്ള പോക്കാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു അതെ. സാഹചര്യത്തിൽ അത് മുതലെടുക്കാൻ അജ്ഞാതന്മാർക്ക് എളുപ്പത്തിൽ കഴിയും. കാരണം ഈ മറുഭാഗത്ത് നിന്ന് ഇതൊക്കെ ആകെ സപ്പോർട്ട് ഇട്ടേണ്ട ഒരു രാജ്യം അമേരിക്കയാണ്. ട്രംപ് ഒരു മിനിറ്റ് കണ്ണടച്ചാൽ മതി, അജ്ഞാതന്മാർ ഒരു പണി നടത്തിയിട്ട് പോകും. അതിനകത്ത് ഒരു മടിയും അവർക്ക് ഉണ്ടായില്ല. അപ്പോ അതുണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ലാതില്ല. അതുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ്, അവരുടെ ഈ വിദേശകാര്യ വക്താവ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായി പറയുന്നു. ഇന്ത്യക്ക് അവകാശമുണ്ട് നീതി നടപ്പാക്കാൻ, നിങ്ങൾ ഉം. വിട്ടു തന്നേ മതിയാകൂ, ഞങ്ങൾ തെളിവ് സഹിതമാണ് നിങ്ങളുടെ പറഞ്ഞിരിക്കുന്നത്. ഉം. നിങ്ങൾ വിട്ട് തരികയോ അവരെ പുറത്താക്കുകയോ ചെയ്യണം. ഞങ്ങൾക്ക് അവകാശമുണ്ട് നീതി നടപ്പാക്കാനുള്ള ഒറ്റ സെന്റൻസിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് നിങ്ങൾ വിട്ടു തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ നീതി നടപ്പാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതൊരു വലിയ വിഷയമാണ്. അതുകൊണ്ട് ഒരു സൈഡിൽ മോദിയും മറു സൈഡിൽ ട്രംപും കൂടെ വരുമ്പോൾ സ്വാഭാവികമായി ട്രൂഡോയുടെ ഉം. നിലനിൽപ്പ് വലിയ അപകടത്തിലേക്ക് അതെ. പോകുന്നുള്ള കാര്യം സംശയമില്ല. ഇതിനകത്ത് അതെ. ഖാലിസ്ഥാൻകാർ വലിയ രീതിയിൽ ഭയക്കുന്നുണ്ട്. അതിനു മുൻപ് അവർ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഖാലിസ്ഥാനിൽ അവർ ഈ കാനഡയിൽ അവരൊരു വലിയ പവറാണെന്ന് കാണിക്കാൻ ഒരു ഷോ ആണ് ഇപ്പൊ നടക്കുന്നത്. ഞങ്ങൾ ഇവിടുത്തെ വലിയ സംഭവമാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ നടത്തുന്ന ഒരു ഷോ ആണ്. കാരണം ഈ ഖാലിസ്ഥാൻ സംഘടനകളും അവരുടെ ലീഡേഴ്സും ഒക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാല് അവർക്ക് അവരുടെ ആ ഒരു വോയിസ് നഷ്ടപ്പെട്ടു പോകും. കാരണം അവര് ഈ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ചില അവരുടെ ചില ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ശബ്ദങ്ങളെല്ലാം നിലച്ചു പോകും. വേണ്ട ഒന്നോ രണ്ടോ പേര് ഖാലിസ്ഥാന്റെ ഇപ്പോൾ ഇന്ത്യ നോട്ടപ്പെട്ടിൽ ഒന്നോ രണ്ടോ ഭീകരന്മാര് അവിടെ കൊല്ലപ്പെടുകയാണെങ്കിൽ അതോടുകൂടി ഇവരുടെ ഉം. ഗ്യാസ് തീരുകയാണ് ചെയ്യുന്നത്. അത് അതെ. മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ എന്ന് പറയാം. ഒരു ഷോ ഉണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ വലിയ ഉം. സംഭവമാണെന്നുള്ളത്. പക്ഷെ ഇതിന് ജസ്റ്റിൻ ഉം. ട്രൂഡോക്ക് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പൊ ഖാലിസ്ഥാൻ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഖാലിസ്ഥാനികൾ ഉണ്ട് ഇവിടെ എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. തോൽവി ഏഹ് ഭയന്ന. ആ ഇതൊക്കെ ഉണ്ടെന്ന് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട് പുള്ളി. പക്ഷെ അത് വളരെ വൈകിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇന്ത്യയുടെ നിലപാടായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഖാലിസ്ഥാൻ ഭീകരര് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഒക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്നവരാണ്. അതിന് അതെ. ഇന്ത്യ അതിൻ്റെതായ രീതിയിൽ തന്നെ നേരിടും. അത് യാതൊരു ഡൗട്ടും ഇല്ല. ഇപ്പൊ ട്രംപ് അതെ. കൂടെ വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആയി കാര്യങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതെ. അതെ. ഇനി എന്തായാലും ട്രംപ് വരുമ്പോ എന്താകും കാനഡയ്ക്ക് സംഭവിക്കും, ഒരുപാട് രാജ്യങ്ങൾക്ക് അത് സംഭവിക്കുമെന്ന് നോക്കി കാണുന്ന ആൾക്കാരുണ്ട്. പശ്ചിമേഷ്യക്ക് എന്ത് സംഭവിക്കും, റഷ്യ യുക്രൈൻ എന്ത് സംഭവിക്കും, അതിന്റെ കൂട്ടത്തിൽ കാനഡയ്ക്ക് കൂടെ എന്ത് സംഭവിക്കും. ഞാൻ വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നത് ബംഗ്ലാദേശിന് എന്ത് സംഭവിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ബംഗ്ലാദേശിന്റെ യൂണിസും ട്രംപും തമ്മിൽ 2016 മുതലേ ഉറക്കാണ്. അന്ന് ട്രംപ് ജയിച്ചപ്പോൾ ഈ യൂണിസ് എന്ന് പറയുന്ന ആള് പറഞ്ഞത് അമേരിക്കയുടെ സൂര്യൻ അസ്തമിച്ചു, സൂര്യഗ്രഹണമാണ് ഇപ്പൊ നടക്കുന്നതെന്നാണ് ഇയാൾ പറഞ്ഞത്. അപ്പൊ ട്രംപ് ഇവന് എവിടെയെങ്കിലും ഇട്ട് ഓട്ടിച്ചിട്ട് പിടിക്കാൻ ഓങ്ങി ഓങ്ങി അന്നേ നടക്കുകയാണ്. കാലത്തിന്റെ കാവ്യനീതി എന്ന വണ്ണം ഇയാള് ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടകനായി ഇപ്പൊ ട്രംപിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. അതിന്റെ ഇടയിൽ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഒരു കേസ് വന്നിട്ടുണ്ട് അവാമി ലീഗുകാർ കൊടുത്ത്. അപ്പൊ ഇതെല്ലാം കൊണ്ടും അയാൾക്ക് സുഖമാണെന്നുള്ള കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ജയശങ്കർ പറഞ്ഞൊരു വാക്കുകൂടെ പറഞ്ഞു നിർത്താം. അതായത് അല്ല, അമേരിക്കയിൽ ട്രംപ് ആ വരുമ്പോൾ. ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ അവാമി ലീഗിന്റെ ഉം. ഒരു കേസ് ഇപ്പൊ വന്നത് ദേശം ഇപ്പൊ പറഞ്ഞില്ല, അതൊരു വലിയ പോയിന്റ് അത്. അതെ. ആ കേസ് അതെ. ഇത്രയും നാൾ വന്നില്ലായിരുന്നു. ട്രംപ് വന്നു, ആ കേസും കൂടെ വന്നിട്ടുണ്ട് ഇന്റർനാഷണൽ കോർട്ടിലേക്ക്. അതെ. 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 അപ്പൊ സാധ്യതയുണ്ട് ആ പറഞ്ഞതിൽ. അതെ. ഇന്റർനാഷണൽ കോർട്ടിലേക്ക് ആ കേസ് വന്ന പിന്നെ ഇയാള് ഫ്രാൻസിലോട്ട് പിന്നെ പറന്നുപോയി. പിന്നീട് തിരിച്ചു വന്നോ എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ട്രംപ് ജനുവരി 20 കയറുന്നത് വരേ ഉള്ളൂ. ഷെയ്ഖ് ഹസീന സേഫ് ആയിട്ട് ഇന്ത്യയിലും ഉണ്ട്. ഷെയ്ഖ് ഹസീന ഒരു കത്തയച്ചു ട്രംപിന്. അതിൽ ഷെയ്ഖ് ഹസീന പറഞ്ഞിരിക്കുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധം ഇനി ഊഷ്മളമാക്കണമെന്നും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എന്നാണ് ഷെയ്ഖ് ഹസീന അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്.
എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ യുഎസിന്റെ കട്ടയം ബോർഡും മടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൂട്ടത്തിൽ ട്രൂഡോയുടെയും കൂടെ മടങ്ങിയാൽ നമുക്കൊരു സന്തോഷം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.